ഹായ് ഫ്രണ്ട്സ്, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം അഥവാ VCRSനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ബെൽ കോൾമൻ സൈക്കിളിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബെൽ കോൾമൻ സൈക്കിളും ഈ VCRSും കമ്പയർ ചെയ്ത് മാത്രം പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും അതുപോലെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനും സാധിക്കുള്ളൂ. സോ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഈ ഒരു ബെൽ കോൾമൻ സൈക്കിളും VCRSും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. ഓക്കെ, അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ റെഫ്രിജറൻറ്റിൻ്റെ കേസിലാണ് ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത്. ബെൽ കോൾമൻ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആയിരുന്നു അല്ലേ? എന്നാൽ ഈ ഒരു VCRSൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിലുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വേപ്പർ ആയിരിക്കും. അതായത് അതിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കായിട്ട് മാറി മാറി വരും. ഓക്കെ, ഈ ഒരു സൈക്കിൾ ത്രൂ ഔട്ട് ഈ ഫേസ് ചേഞ്ച് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ റാങ്കിൻ സൈക്കിൾ പഠിച്ചത് നമ്മൾ ഓർക്കുക. ഓക്കെ, കാരണം റാങ്കിൻ സൈക്കിൾ എന്തായിരുന്നു? വാട്ടറിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റും വേപ്പറായിട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു ആ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഈ VCRSലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ റെഫ്രിജറൻ്റ് ആണ് വർക്കിംഗ് ഫ്ലൂയിഡ്, ആൻഡ് ആ ഒരു റെഫ്രിജറൻറ്റിൻ്റെ ഫേസ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പം പറയാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രധാനമായും ഈ ഒരു VCRSൽ 4 കോമ്പണൻസ് ആണ് ഉണ്ടാകുക. എന്തൊക്കെയാണ് 4 കോമ്പണൻസ്? ഫസ്റ്റ് വൺ കംപ്രസർ, ദെൻ കണ്ടൻസർ, ദെൻ എക്സ്പാൻഷൻ വാൾവ് ആൻഡ് ഫൈനലി ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഈ കോമ്പണൻസ് ഒക്കെ തന്നെയായിരുന്നു എന്തിലും ഉണ്ടായിരുന്നത്? ബെൽ കോൾമൻ സൈക്കിളിലും ഉണ്ടായിരുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായും പറഞ്ഞുതരാം. സോ ബെൽ കോൾമൻ്റെ കേസിൽ കംപ്രസർ, രണ്ടിലും കംപ്രസർ സെയിം തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഡിഫറൻസ് വരുന്നത് എന്താണ്? VCRSൽ ഇവിടെ കണ്ടൻസർ ആണ് വരുന്നത്, മറ്റേത് ഒരു കൂളറായിരുന്നു. ഓക്കെ, ഇവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട് ഈ കണ്ടൻസറിൽ. ദെൻ നെക്സ്റ്റ് ചേഞ്ച് വരുന്നത് ഈ ഒരു എക്സ്പാൻഷൻ വാൽവിലാണ്, മറ്റേതിൽ എക്സ്പാൻഡറിലായിരുന്നു. എന്തിലായിരുന്നു എക്സ്പാൻഡർ? ബെൽ കോൾമനിൽ എക്സ്പാൻഡർ ആയിരുന്നു, എന്നാൽ VCRSൽ എക്സ്പാൻഷൻ വാൽവ് ആകുന്നു. ഓക്കെ, അതിൽ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്, അതിൽ നടക്കുന്ന പ്രോസസ്സിലും ഈ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്, ഈ എക്സ്പാൻഷൻ വാൽവ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദെൻ ഇവാപ്പറേറ്റർ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഇവാപ്പറേറ്റർ ആണ്, അതിൽ വരുന്നത് ഇതിന് റെഫ്രിജറേറ്റർ ആയിരുന്നു. ഓക്കെ, രണ്ടിൻ്റെയും ഫംഗ്ഷൻ മോറോർലെസ് സെയിം ആണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ റെഫ്രിജറേറ്ററിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഫേസ് ചേഞ്ച് ചെയ്യുന്നില്ല, എന്നാൽ ഇവാപ്പറേറ്ററിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഫേസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ പറഞ്ഞുതരാം. സോ നമുക്ക് നോക്കാം ഓരോ പ്രോസസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു 1 to 2 ഞാൻ ഈ ഒരു സൈക്കിൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കംപ്രസറിൻ്റെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1 to 2 എന്നുള്ള പ്രോസസ്സ് എന്താണ്? കംപ്രഷൻ ആണ് അല്ലേ? അപ്പോൾ എന്ത് കംപ്രഷനാണ് ഈ ഒരു 1 to 2 എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് അല്ലേ? സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ. അത് ബെൽ കോൾമൻ സൈക്കിളിലും ഐസെൻട്രോപിക് കംപ്രഷൻ തന്നെയായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? കണ്ടൻസറിൽ നടക്കുന്നത്. ഓക്കെ, കണ്ടൻസറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് സംഭവിക്കുന്നത്. അറിഞ്ഞിരിക്കുക, ഈ കണ്ടൻസറിൽ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കംപ്രസറിന്റെ എക്സിറ്റിൽ, കംപ്രസറിന്റെ എക്സിറ്റ് ആണല്ലോ 2 എന്നുള്ള സ്റ്റേറ്റ്. ഓക്കെ, ഈ 2 എന്നുള്ള സ്റ്റേറ്റിൽ റെഫ്രിജറന്റിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, കംപ്രസർ കാരണം എന്താണ്? ഗ്യാസിനെയാണ് കംപ്രസ് ചെയ്യുക അല്ലേ? നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പമ്പാണ് ലിക്വിഡിനെ ഹൈ പ്രഷറിലേക്ക് കൊടുക്കുന്നത്, ഈ കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കംപ്രസറിൻ്റെ എക്സിറ്റിൽ റെഫ്രിജറൻറ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ദെൻ ഈ ഒരു കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു, ഹൈ പ്രഷർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റിനെ നമ്മൾ കണ്ടൻസറിലേക്ക് കൊടുക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്യും സറൗണ്ടിങ് എയർ, ഇല്ലെങ്കിൽ ഈ കണ്ടൻസറിന് ഈ ഒരു റെഫ്രിജറൻറ്റിൻ്റെ ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന എന്ത് സംഭവിക്കും? അത് ലിക്വിഡായിട്ട് മാറും. ഓക്കെ, ഈ ഒരു കണ്ടൻസറിൻ്റെ എക്സിറ്റിൽ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു റെഫ്രിജറൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാകും. കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക, കണ്ടൻസറിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സിറ്റിൽ അതൊരു ലിക്വിഡ് സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ടാവും ഇല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്താൽ അവിടെ നിന്ന് സംഭവിക്കും, അത് ലിക്വിഡായിട്ട് മാറും. അതേപോലെ തന്നെയാണ് ഈ ഒരു റെഫ്രിജറൻറ്റിൻ്റെ കേസിലും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു എക്സ്പാൻഷൻ വാൽവിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 to 4 നമ്മൾ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആയിരുന്നു എന്തിൻ്റെ കേസിൽ? ബെൽ കോൾമൻ സൈക്കിളിൻ്റെ കേസിൽ. എന്നാൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് ഐസെന്താൽപിക് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ഐസെന്താൽപിക് എക്സ്പാൻഷൻ ആണ് ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസിൽ നടക്കുന്നത്, ഐസെൻട്രോപിക് അല്ല. ഓക്കെ, ഇവിടെ എൻതാൽപ്പിയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഈ ഒരു പോയിന്റാണ് എല്ലാവരും തെറ്റിക്കുക. കാരണം ഇവിടെ എല്ലാവരും എന്ത് ചെയ്ത് വെക്കും? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എഴുതി വെക്കും. അത് പൊട്ടത്തെറ്റാണ്. എൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. കാരണം അവിടെ എൻതാൽപ്പി ആയിരിക്കും
കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിനെ നമ്മൾ ത്രോട്ട്ലിംഗ് പ്രോസസ്സ് എന്നും പറയാം. ഓക്കെ, ത്രോട്ട്ലിംഗ്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ത്രോട്ട്ലിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന ത്രോട്ട്ലിംഗ് പ്രോസസ്സാണ് അവിടെ എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ ഒരു സെക്ഷനാണ് മെയിനായിട്ട് ബെൽകോൾമൺ സൈക്കിളും VCR തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ദെൻ എന്ത് ചെയ്യും, നമ്മൾ ഇവിടേക്ക് ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസിൽ പ്രഷറും ടെമ്പറേച്ചറും കുറയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റേറ്റ് മാറുന്നില്ല, ഇവിടേക്ക് തന്നെ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഈ കണ്ടൻസറിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസിലും സ്റ്റേറ്റ്, അതായത് വർക്കിംഗ് ഫ്ലൂയിഡ് ആയ റെഫ്രിജറന്റിന്റെ സ്റ്റേറ്റിന് യാതൊരു ചേഞ്ചും ഇല്ല, ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ്. ദെൻ നമ്മൾ നേരെ എന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറന്റിനെ ഇവാപ്പറേറ്ററിലേക്ക് കൊടുക്കും. ഓക്കെ, അത് എന്ത് സംഭവിക്കും, ഇവാപ്പറേറ്ററിന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് വീണ്ടും വേപ്പർ സ്റ്റേറ്റിലേക്ക് ആകും. ഓക്കെ, ഇവിടെയാണ് നമ്മളെ സ്റ്റോറേജ് സ്പേസ് ഇല്ലെങ്കിൽ സ്പേസ് ടു ബി കൂൾഡ് ആയിട്ട് നമ്മൾ നിലനിർത്താറ്. ഓക്കെ, ഈ ഒരു ഇവാപ്പറേറ്റർ ആണ്. ഇവാപ്പറേറ്ററിൽ എന്താ സംഭവിക്കുക, ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് നേരെ നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കും. ഈ സൈക്കിൾ അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓൾറൈറ്റ്, അതുപോലെ ഫോർത്ത് വണ്ണിലുള്ള പ്രോസസ്സ്, അതായത് ഇവിടുന്ന് ഇവാപ്പറേറ്ററിൽ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ പ്രോസസ്സ് വെച്ചിട്ട് ഇതിൻ്റെ PV ഡയഗ്രാം TS ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളാം. സോ ഇതിൻ്റെ PV ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. എഗെയിൻ ഇവിടെ ഒരു റാ എന്ന് പറഞ്ഞ ഷേപ്പ് വീണ്ടും വന്നു അല്ലേ. ഈ റാ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതാണ് വേപ്പർ ഡോം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു പഠിച്ചത്, റാങ്കൈൻ സൈക്കിൾ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്താണ് അല്ലേ. ഇനി നമുക്കറിയാം ഈ ഒരു വേപ്പർ ഡോമിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിരിക്കും. അതുപോലെ ഈ വേപ്പർ ഡോമിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലിക്വിഡ് പ്ലസ് വേപ്പർ മിക്സ്ചർ ആയിരിക്കും അല്ലേ. ആൻഡ് അത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് എന്തായിരിക്കും, വേപ്പറായിട്ട് മാറും. ഓൾറൈറ്റ്, ഈ കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദെൻ ഈ ഒരു ലൈൻ, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡ് വേപ്പർ ഡോം ലൈനിനാണ് നമ്മൾ എന്ത് പറയുക, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ എന്നും, അതുപോലെ ഈ റൈറ്റ് സൈഡിലുള്ള വേപ്പർ ഡോമിന്റെ ലൈനിനാണ് നമ്മൾ എന്ത് പറയാം, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ എന്നും പറയാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്താണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ആദ്യം ഇതിൻ്റെ TS ഡയഗ്രാം നോക്കാം. ഓക്കെ, അപ്പോൾ ഐസെൻട്രോപിക് കംപ്രഷൻ TS ഡയഗ്രത്തിൽ മാർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, എങ്ങനെ കിട്ടും, നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, 1 to 2 കിട്ടും, കാരണം എന്താണ്, എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിട്ടും. ദെൻ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ അല്ലേ. ആ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ നമുക്ക് TS ഡയഗ്രത്തിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യാം. ഓൾറൈറ്റ്, ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. 2 to 3 ഒക്കെ റാങ്കൈൻ സൈക്കിൾ പഠിച്ചാൽ കിട്ടും. സോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ദെൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 3 to 4 എന്നുള്ള ഓപ്പറേഷൻ ആണ്. അതെന്താണ്, ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ് അല്ലേ. സോ ആ ഒരു ഐസെൻതാൽപിക് എക്സ്പാൻഷൻ നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക, നമ്മളൊരു ഡോട്ടഡ് കർവ്ഡ് ലൈൻ വെച്ചിട്ടാണ് TS ഡയഗ്രത്തിൽ കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻസിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അറിഞ്ഞിരിക്കുക. ദെൻ ബാക്കി പ്രോസസ്സ് സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളും, സൈക്കിളായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്തോളും. സോ ഇതാണ് TS ഡയഗ്രാം. ഇനി നമുക്ക് PV ഡയഗ്രാം പരിശോധിക്കാം. അപ്പോൾ അഗെയിൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 to 2 എന്നുള്ളത് എന്താണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് അല്ലേ. സോ ഐസെൻട്രോപിക് കംപ്രഷൻ നമ്മൾ ഇതൊരു കർവ്ഡ് ലൈനായിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്തു. ദെൻ 2 to 3, 2' എന്താ, അതുപോലെ 1' എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദെൻ 2 to 3 എന്ന് പറഞ്ഞ എന്ത് പ്രോസസ്സാണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ അല്ലേ, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആണ് ഇവിടെ. സോ അത് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടും. ദെൻ എന്താണ്, ഐസെൻതാൽപിക് എക്സ്പാൻഷൻ. അപ്പോൾ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ നമ്മൾ കർവ്ഡ് ലൈൻ ആയിട്ടായിരിക്കും ഇവിടെ മാർക്ക് ചെയ്യുക. സോ അത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കാം. ദെൻ 4 to 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഓക്കെ, സോ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ 1' 2' എന്ന് കാണുന്നുണ്ട് അല്ലേ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്റ്റേറ്റ് ആണ് അല്ലേ. സോ ഈ ഒരു 1 എന്നുള്ള പോയിന്റിൽ നിന്നാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നതെങ്കിൽ അത് കംപ്രസ് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ് വേപ്പറിനായിരിക്കും നമ്മൾ ഈ ഒരു 1 എന്നുള്ള പോയിന്റിൽ നിന്ന് കംപ്രസറിന് കംപ്രസ് ചെയ്യുക അല്ലേ. കാരണം എന്താണ്, ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ആണ് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വേപ്പർ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയാം, ഡ്രൈ കംപ്രഷൻ ആയിരിക്കും പറയാം. കാരണം ഡ്രൈ ആയിട്ടുള്ള റെഫ്രിജറന്റിനെയാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കംപ്രസ് ചെയ്യുന്നത്. സോ ഓക്കെ, ഈ 1, 2 എന്നുള്ള കംപ്രഷൻ. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കംപ്രസ് ചെയ്യാം, ഈ ഒരു വേപ്പർ ഡോമിൻ്റെ അകത്ത് കിടന്നിട്ടോ. അപ്പോൾ ഈ ഒരു വേപ്പർ ഡോമിൻ്റെ അകത്ത് കിടന്ന് കംപ്രസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഞാൻ പറഞ്ഞു ഈ വേപ്പർ ഡോമിൻ്റെ അകത്ത് ലിക്വിഡ് പ്ലസ് വേപ്പർ ആണുള്ളത് അല്ലേ. അപ്പോൾ അതായത് ഇവിടെ കുറച്ചൊരു ലിക്വിഡ് കണ്ടന്റ് ഉണ്ടാകും ഈ ഒരു വേപ്പർ ഡോമിനകത്ത്. അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് ഈ കംപ്രസറിൻ്റെ വാൽവ്സിനെയും അതുപോലെ തന്നെ കംപ്രസറിനെയും ഡാമേജ് ആക്കാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെറ്റ് കംപ്രഷൻ ചെയ്യില്ല, ഈ ഒരു 1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിയിട്ടുമാണ് നമ്മൾ കംപ്രസ് ചെയ്യാനുള്ളതും കൂടി അറിഞ്ഞിരിക്കുക.
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട മറ്റൊരു ഡയഗ്രാം കൂടെ ഉണ്ട്, ഇതിൻ്റെ pH ഡയഗ്രാം. ഓക്കെ, പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം. സോ ആ ഒരു ഡയഗ്രാം ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു വേപ്പർ ഡോം ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു ഷിഫ്റ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളാം. ആൻഡ് ആ പ്രോസസ്സുകളാണ് ഇവിടെ മാർക്ക് ചെയ്തത്. പ്രഷർ എന്താണ്, ഐസെൻട്രോപിക് കംപ്രഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ 1 to 2 എന്നുള്ളത്. ദെൻ എന്താണ് 2 to 3 എന്നുള്ളത് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. അതുപോലെ ഐസെൻതാൽപ്പി എക്സ്പാൻഷൻ എനിക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇവിടെ pH ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കർവ് വന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പ്രോസസ്സ് മനസ്സിലായി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാരണം എന്താണ് 3 to 4 എന്ന് പറഞ്ഞാൽ ഐസെൻതാൽപ്പി എക്സ്പാൻഷൻ ആണ്, അവിടെ എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദെൻ 4 to 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും പ്രഷർ ആക്സിസിന് ക്രോസ് ആയിട്ട്. ആൻഡ് ഇവിടെ ഹീറ്റ് അഡിഷൻ നിങ്ങൾക്ക് കാണാം Q2, അതുപോലെ ഹീറ്റ് റിജക്ഷൻ Q1 ഇവിടെ ഉണ്ട്. അത് ഈ ഒരു ഫിഗർ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് തന്നെ പഠിച്ചോളാം. ഓൾറൈറ്റ്. അപ്പോൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഉള്ള ഓരോ കോമ്പണൻസിനും നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെ നോട്ട്സ് ആയിട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തോളാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ഈ ഒരു VCRSൻ്റെ ആസ് കമ്പയർഡ് ടു എന്ത്, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ വെൽ കോൾമെൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്ത്, COP ഈസ് ക്വൈറ്റ് ഹൈ ആസ് ദി വർക്കിംഗ് ഓഫ് സൈക്കിൾ ഈസ് നിയർ ടു ദാറ്റ് ഓഫ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ വെൽ കോൾമെൻ സൈക്കിൾ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ COP വളരെ കുറവാണെന്നുള്ളത്. എന്നാൽ ഈ ഒരു VCRSൻ്റെ കേസിൽ എന്താണ്, COP വളരെ ഹൈ ആണ്. ദെൻ പറയുന്നത് എന്താണ്, റണ്ണിങ് കോസ്റ്റ് ഓഫ് VCRS ഈസ് ഓൺലി 1/5 ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം റണ്ണിങ് കോസ്റ്റും കുറവാണ്, ഏകദേശം 1/5 വരുന്നുള്ളൂ. ദെൻ ഫോർ ദി സെയിം റെഫ്രിജറേറ്റിംഗ് എഫക്ട് ദി സൈസ് ഓഫ് ഇവാപ്പറേറ്റർ ഈസ് സ്മോളർ. അപ്പം നമുക്ക് ചെറിയ സൈസ് ഓഫ് ഇവാപ്പറേറ്റർ എന്താണ് VCRSൽ വെക്കാൻ സാധിക്കും ആസ് കമ്പയർഡ് ടു എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, ദെൻ the required temperature of the evaporator can be achieved simply by adjusting the throttle valve of the same unit. അപ്പോൾ ഇവിടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ VCRSൽ നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ ആണ് വേണ്ടത് ഇവാപ്പറേറ്ററിൽ എന്ന് വെച്ചാൽ അത് നമുക്ക് ത്രോട്ടിൽ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് VCRSനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് നോക്കാം VCRSൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ആണ് ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. ദെൻ ദി മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് ആണ്. നമ്മൾ പറഞ്ഞ് ഈ VCRSലൊക്കെ തന്നെ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡ്സ് ആയിരിക്കും ഉണ്ടാകുക. R144, R700, അതുപോലെ R114 തുടങ്ങിയ ഹൈലി പോയ്സണസ് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്ന റെഫ്രിജറൻസ് ആണ് നമ്മൾ VCRSൽ യൂസ് ചെയ്യുന്നത്. അത് ഹൈലി ഇൻഫ്ലമബിളും ആണ്, ടോക്സിക്കും ആണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ അതിപ്പം ഇല്ല, എന്നാലും അറിഞ്ഞിരിക്കുക ഹൈലി ടോക്സിക്കും അതുപോലെ ഇൻഫ്ലമബിൾ ആണെന്നുള്ളത്. ഓക്കെ, സോ അതാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കണ്ടെത്തണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, pH ഡയഗ്രാം, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച pH ഡയഗ്രാം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം COP ഓഫ് എൻ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൈഡ് എഫക്ട് ബൈ വർക്ക് ഇൻപുട്ട് ആണ് അല്ലേ. ഇവിടുത്തെ ഡിസൈഡ് എഫക്ട് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ് ഡിസൈഡ് എഫക്ട് അല്ലേ. അപ്പോൾ ഈ ഒരു Q2 ആണ് ഡിസൈഡ് എഫക്ട്. ഓൾറൈറ്റ്, ദെൻ വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കംപ്രസറിൽ കൊടുക്കുന്ന വർക്കാണ് വർക്ക് ഇൻപുട്ടായിട്ട് ഈ കേസിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളാം, നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ട് കിട്ടൂല. കാരണം എന്താണ്, ഇവിടെ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ ആണ്. ഓൾറൈറ്റ്, കഴിഞ്ഞ കേസിൽ നമുക്ക് എക്സ്പാൻഷൻ വർക്കായിട്ട് കുറച്ചൊരു വർക്ക് കിട്ടുമായിരുന്നു. ഇവിടെ നമുക്ക് 0 വർക്ക് ആയിരിക്കും കിട്ടുക, അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിവിടെ ആകെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 1 to 2 എന്നുള്ള കംപ്രസർ വർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള എനർജി, അതായത് ഓരോ കോമ്പണൻസിനും അക്രോസ് ആയിട്ടുള്ള എനർജി ഇൻട്രാക്ഷൻസ് കണ്ടെത്തിയാൽ നമുക്ക് അതിന് അക്രോസ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കണ്ടെത്താൻ സാധിക്കും അല്ലേ. കാരണം നമുക്ക് കംപ്രസർ കൺസ്യൂം ചെയ്യുന്ന വർക്ക് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് കംപ്രസർ കൺസ്യൂം ചെയ്യുന്ന വർക്ക് കണ്ടെത്താൻ സാധിക്കുക? കാരണം ജസ്റ്റ് അതിന് അക്രോസ് ആയിട്ടുള്ള എൻതാൽപ്പി ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, അതായത് H2 - H1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കംപ്രസറിന് കൊടുത്ത അല്ലെങ്കിൽ കംപ്രസർ വർക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ H2 - H3 ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഹീറ്റ് റിജക്റ്റഡ് ബൈ ദി കണ്ടൻസർ കിട്ടും. അതുപോലെ H1 - H4 ചെയ്ത് എന്ത് കിട്ടും, ഹീറ്റ് ആഡഡ് ഇൻ ദി അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി ഇവാപ്പറേറ്റർ കിട്ടും. സോ അതെങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി എടുത്ത് ചെയ്താണ്. നമുക്കറിയാം കംപ്രസർ വർക്ക്
ഓക്കെ, കംപ്രസർ വർക്ക് കംപ്രസർ വർക്കിനെ W സഫിക്സ് C വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ എന്താണ് H2 - H1. ഓക്കെ, H2 ജസ്റ്റ് എൻതാൽപ്പി ഡിഫറൻസ് എടുത്താൽ മാത്രം മതി. ഓക്കെ, H2 - H1 ആണ്. കാരണം ഒന്നുകൂടെ ഞാൻ പറയുന്നു, H2 - H1 ഈ കാണുന്ന 2 എന്നുള്ള സ്റ്റേറ്റ് ആണ് എന്ത് കംപ്രസറിന്റെ എക്സിറ്റ്, അതുപോലെ 1 എന്നുള്ളതാണ് കംപ്രസറിന്റെ ഇൻലെറ്റ് സ്റ്റേറ്റ് അല്ലേ. സോ അതിന് അക്രോസ് ആയിട്ടുള്ള എൻതാൽപ്പിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന് കംപ്രസറിന് കൊടുക്കേണ്ടി വരുന്ന വർക്ക് ഇൻപുട്ട് കിട്ടും. ഓൾറൈറ്റ്, സോ H2 - H1 ആണ് എന്ത് കംപ്രസറിന് കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ എൻതാൽപ്പി ഡിഫറൻസ് എല്ലാം തന്നെ കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് ഹീറ്റ് റിജക്റ്റഡ് ഇൻ കണ്ടൻസർ. ഓക്കെ, ഹീറ്റ് റിജക്റ്റഡ് ഇൻ കണ്ടൻസർ കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, Q = H2 - H3. അഗൈൻ ഇതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദി സറൗണ്ടിങ് എയർ ഓർ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ് H4 - H1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് H1 - H4 ആണ്. ഓക്കെ, ഞാൻ H4 - H1 എന്ന് പറഞ്ഞത് എന്നിവ അറിഞ്ഞിരിക്കുക. എല്ലായ്പ്പോഴും ഹയർ എൻതാൽപ്പി മൈനസ് ലോവർ എൻതാൽപ്പി ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം H1 - H4 ആയിരിക്കും നെറ്റ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, ഇല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, H1 - H4. സോ ആ ഒരു കാര്യം കൂടെ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദി സറൗണ്ടിങ് ഓർ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ഓക്കെ, റെഫ്രിജറേറ്റിംഗ്, ഇതിന് തന്നെ നമ്മൾ എന്തും പറയാറുണ്ട്, ഡിസൈഡ് എഫക്റ്റ് എന്നും പറയാറുണ്ട്. എനിവേ ഞാൻ ഇവിടെ എടുക്കുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ Q2 = H1 - H4 ആണ്. ഓൾറൈറ്റ്, സോ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി. ഇനി ഈസി ആയിട്ട് തന്നെ എന്ത് കണ്ടെത്താം, COP കണ്ടെത്താം അല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കണ്ടെത്താം. കാരണം എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കാണാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം, എന്താണ് ഡിസൈഡ് എഫക്റ്റ് അല്ലേ, ഡിസൈഡ് എഫക്റ്റ്. ഈ ഡിസൈഡ് എഫക്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് പറയാം, റെഫ്രിജറേഷൻ എഫക്റ്റ്. ഓക്കെ, ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഇവിടെ വർക്ക് ഇൻപുട്ട് എന്താണ് വരുന്നത്, കംപ്രസർ വർക്ക് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഇവിടേക്ക് എഴുതാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ Q2 ബൈ കംപ്രസർ വർക്ക്. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ എഴുതാണ് COP = Q2 എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി H1 - H4 ആണ് അല്ലേ. H1 - H4 ആണ്. H1 - H4 all divided by വർക്ക് ഇൻപുട്ട്, അതായത് വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്രസർ വർക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ H2 - H1 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ COP കാണാനുള്ള എക്സ്പ്രഷൻ. ജസ്റ്റ് എൻതാൽപ്പീസ് മാത്രം കണ്ടാൽ മതി, ഓരോ പോയിന്റ്സിന് അക്രോസ് ഉള്ളതും. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ COP കാണാനുള്ള എക്സ്പ്രഷൻ വളരെ ചെറുതാണ് VCRSന്റെ കേസിൽ. എന്നാൽ ഈ എൻതാൽപ്പീസ് H1 H4 അതുപോലെ H2 H1 തുടങ്ങിയ ഓരോ പോയിന്റിലുള്ള എൻതാൽപ്പീസ് കാണാൻ പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ പണിയാണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ റെഫ്രിജറേഷൻ ഇല്ലെങ്കിൽ ബെൽ കോൾമൻ സൈക്കിളുമായിട്ട്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് വേണം, റെഫ്രിജറേഷൻ ടേബിൾസും ചാർട്ടുകളും ഒക്കെ അത്യാവശ്യമാണ്. സോ അത് ഞാൻ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുക. പിന്നെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ തിയറി പാർട്ടും അതുപോലെ ന്യൂമറിക്കൽസും. തിയറി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് കാണാം, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് PV ആൻഡ് TS ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചോളാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.